നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും സർക്കാരും തമ്മിൽ തെറ്റി. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ നിലപാടുകൾക്ക് വിരുദ്ധമായി തീരുമാനമെടുത്തതാണ് ജയകുമാറും സർക്കാരും തമ്മിൽ തെറ്റാനുള്ള കാരണം. ജയകുമാർ ബോർഡ് യോഗത്തിൽ യുവതീ പ്രവേശനത്തിനെതിരെ പരസ്യമായി നിലപാടെടുക്കുകയായിരുന്നു. ജയകുമാറിന്റെ നിലപാടിനോട് ബോർഡിലെ എല്ലാ അംഗങ്ങളും യോജിച്ചു. ഇലക്ഷൻ കാലമായതിനാൽ സർക്കാർ തങ്ങളുടെ നിലപാടിനോട് അനുകൂലമായി പ്രതികരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജയകുമാർ പുതിയ തീരുമാനം പ്രഖ്യാപിച്ചത്. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ ജയകുമാറിനെ ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ തള്ളിപ്പറഞ്ഞു. ബോർഡിന്റെ നിലപാട് മാറ്റം സർക്കാർ നിർദ്ദേശപ്രകാരമല്ലെന്നാണ് മന്ത്രി പ്രതികരിച്ചത്. യുവതീ പ്രവേശനത്തെ എതിർക്കുമെന്നാണ് വാർത്താ സമ്മേളനത്തിൽ ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞത്. നിലവിലെ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കുമെന്നും വിധിയെ എതിർക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു. വിശ്വാസവും ക്ഷേത്രവും സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് ദേവസ്വം ബോർഡ്. ബോർഡിന്റെ തീരുമാനത്തിൽ സർക്കാർ ഇടപെട്ടിട്ടില്ല. ഒരു തീരുമാനമെടുക്കാനും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടില്ല. ദേവസ്വം ബോർഡുകൾക്ക് പരമാധികാരമുണ്ട്. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് മന്ത്രിസഭാ യോഗം ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ബന്ധപ്പെട്ട നിയമവിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനമെടുക്കും. മാർച്ച് 14-ന് കേസ് പരിഗണിക്കും മുൻപ് തന്നെ സർക്കാർ നിലപാട് തീരുമാനിക്കുമെന്നും ദേവസ്വം മന്ത്രി അറിയിച്ചു. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യം ബോർഡ് വിശദമായി ചർച്ച ചെയ്തു. ശബരിമലയിൽ ആചാരങ്ങൾ സംരക്ഷിക്കണം. ബോർഡിന് ആശയക്കുഴപ്പമില്ല. വിശ്വാസികൾക്കൊപ്പമാണ് ബോർഡ്. ദേവസ്വം ബോർഡ് ഒരിക്കലും യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചിട്ടില്ല. വ്യക്തികൾ അനുകൂലിച്ചിട്ടുണ്ടാകാം. 2020-ലേത് അഭിഭാഷകന്റെ നിലപാടാണ്. കോടതിയിൽ ഇക്കാര്യം വ്യക്തമാക്കി സത്യവാങ്മൂലം നൽകും എന്നായിരുന്നു ബോർഡ് പ്രസിഡന്റ് ജയകുമാർ പ്രതികരിച്ചത്. ശബരിമല യുവതീ പ്രവേശനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലപാട് മാറ്റിയത് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ്. യുവതീ പ്രവേശനത്തെ എതിർക്കുമെന്നാണ് വാർത്താ സമ്മേളനത്തിൽ ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലെ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കുമെന്നും വിധിയെ എതിർക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ശബരിമല തീർത്ഥാടനത്തിനായി പ്രത്യേക ബഡ്ജറ്റ് ഉണ്ടാക്കും. ശബരിമലയിൽ വിശദമായ ബഡ്ജറ്റ് ഉണ്ടായിട്ടില്ല. ചെലവ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം. ഇതിലൂടെ വരുമാനത്തിലെ ചോർച്ചയടക്കം തടയാൻ കഴിയും. ശബരിമലയിൽ കൃത്യമായ കണക്കുറപ്പാക്കാനും ഇതിലൂടെ സാധിക്കും. ഇടയ്ക്കിടയ്ക്ക് അഡ്വാൻസ് കൊടുക്കുന്ന രീതിയടക്കം മാറ്റി കൂടുതൽ കാര്യങ്ങൾ പ്രൊഫഷണലായി ചെയ്യാനാകും. കച്ചവട സ്ഥാപനങ്ങൾക്ക് പുതിയ ടെൻഡർ രീതി കൊണ്ടുവരും. ലേലത്തിലെടുക്കുന്നവരുടെ കുത്തക ഒഴിവാക്കി കാര്യങ്ങൾ കൂടുതൽ സുതാര്യമാകും. ശബരിമലയിലെ സ്പോൺസർഷിപ്പിലും സുതാര്യത ഉറപ്പാക്കും. ബോർഡ് അവകാശപ്പെടുന്ന കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും സ്പോൺസർഷിപ്പ് ഉണ്ടാകുക. താൽപര്യം അറിയിക്കുന്നവരിൽ നിന്ന് നേരിട്ട് സ്പോൺസർഷിപ്പ് സ്വീകരിക്കും. ഇതിനായി ഇടനിലക്കാരുണ്ടാകില്ല എന്ന് ജയകുമാർ വ്യക്തമാക്കി. യുവതീ പ്രവേശനത്തിൽ 2020-ലുണ്ടായിരുന്ന നിലപാട് തിരുത്താൻ സംസ്ഥാന സർക്കാരിന് താൽപര്യമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്നില്ല. എന്നാൽ സർക്കാർ തലത്തിൽ ഇതിലൊരു തീരുമാനം എടുക്കേണ്ട എന്നാണ് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും തീരുമാനിച്ചത്. ശബരിമലയിലെ വിഷയങ്ങൾ തീരുമാനിക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. യുവതീ പ്രവേശനം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതും ബോർഡാണ്. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. എന്നാൽ കെ ജയകുമാർ ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് പത്രസമ്മേളനം നടത്തി തന്റെ നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതിലാണ് സർക്കാരിന് അതൃപ്തിയുള്ളത്. സർക്കാരുമായി കൂടിയാലോചിച്ച് ഇങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചിരുന്നെങ്കിൽ സർക്കാരിന് തൃപ്തി ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ യുവതീ പ്രവേശനത്തിനെതിരായ നിലപാടിന്റെ പൂർണ്ണ നേട്ടം കെ ജയകുമാറിന് വന്നു ചേർന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് തീരുമാനത്തിന്റെ ഗുണം സർക്കാരിന് ലഭിച്ചില്ല. ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന മുൻ നിലപാട് തന്നെയാണോ CPM-നുള്ളത് എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയില്ല. യുവതീ പ്രവേശന കേസ് സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ സർക്കാർ നിലപാട് പറഞ്ഞോളും. അതിൽ നിങ്ങളാരും വേവലാതിപ്പെടേണ്ട കാര്യമില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞത്. ഇത് ഇന്ന് തന്നെ വാർത്തയാക്കേണ്ട കാര്യമില്ല. കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്ക് നോക്കാം. കോടതി പറയട്ടെ. കോടതി അന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് നിലപാടെടുത്തത്. കോടതി കയറ്റണം എന്ന് പറഞ്ഞാൽ കയറ്റണം, കയറ്റണ്ട എന്ന് പറഞ്ഞാൽ കയറ്റണ്ട. കോടതി പറയട്ടെ എന്നും MV ഗോവിന്ദൻ നിലപാട് പറഞ്ഞു. ജനാധിപത്യ അന്തസ് ഉയർത്തിപ്പിടിച്ചാണ് CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികൾ മുന്നോട്ട് പോകുന്നത്. അതല്ലാതെ ഫ്യൂഡൽ അന്തസ്സൊന്നുമല്ല എന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു. യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ സത്യവാങ്മൂലം തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അക്കാര്യത്തിൽ സർക്കാർ കോടതിയിൽ നിലപാട് അറിയിക്കുമെന്നായിരുന്നു ഗോവിന്ദന്റെ മറുപടി. സർക്കാർ നിലപാട് എന്തെന്ന് എനിക്ക് എങ്ങനെ പറയാൻ കഴിയും? ഞാനാണോ സർക്കാർ? കോടതിയുടെ ഭാഗമായിട്ട് പറയേണ്ട കാര്യം കോടതിയിലല്ലേ പറയുക എന്നായിരുന്നു ഗോവിന്ദന്റെ മറുപടി.
വിശ്വാസികളുടെ താൽപര്യം സംരക്ഷിക്കണം, എന്നാൽ ജനാധിപത്യപരമായ ഉള്ളടക്കത്തെ ശക്തിപ്പെടുത്തുകയും വേണം. അതാണ് CPMന്റെ നിലപാട്. ഇനി കോടതി കേസ് പരിഗണിക്കുമ്പോൾ സർക്കാർ നിലപാട് മാറ്റം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് സാങ്കല്പികമായ ചോദ്യം ചോദിച്ചാൽ സാങ്കല്പികമായ ഉത്തരം പറയില്ല എന്നായിരുന്നു ഗോവിന്ദൻ പറഞ്ഞത്. അതായത് ശബരിമലയെക്കുറിച്ച് ഇവർക്ക് വാ തുറന്നൊന്നും പറയാൻ കഴിയില്ല, പറയാൻ പേടിയാണ്. അതുകൊണ്ടാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇമാതിരി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് MV ഗോവിന്ദൻ തടി തപ്പുന്നത്. കോൺഗ്രസ് വിട്ട് CPMലെത്തിയ PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായപ്പോൾ യുവതീ പ്രവേശനത്തിൽ സത്യവാങ്മൂലം തിരുത്തുമെന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ പരിഗണിക്കേണ്ട കാര്യമല്ലെന്നാണ് ദേവസ്വം മന്ത്രി VN വാസവൻ അന്ന് പറഞ്ഞത്. ഇതേ നിലപാട് തന്നെയാണ് സർക്കാർ ഇന്നും തുടരുന്നത്. അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചപ്പോൾ അതുമായി സഹകരിക്കണമെങ്കിൽ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച നിബന്ധന യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കണമെന്നതായിരുന്നു. എന്നാൽ സർക്കാർ ഒന്നും പറഞ്ഞില്ല. പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ നോക്കാം എന്ന നിലപാടായിരുന്നു ഇതുവരെ സർക്കാർ സ്വീകരിച്ചത്. കേസ് പരിഗണിച്ചാലും പെട്ടെന്ന് നിലപാട് പറയേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അതേസമയം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ BJPയുടെ നിലപാട് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. രാഷ്ട്രീയത്തിനു വേണ്ടി ആചാരത്തെ തൊട്ടുകളിക്കാൻ സർക്കാർ തയ്യാറാകരുതെന്നും തൊട്ടാൽ പ്രതികരണം ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. 10 വർഷത്തെ ദുർഭരണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണോ നാടകമെന്നറിയാൻ കാത്തിരിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. NSSന് അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ആർട്ടിക്കിൾ 25 പ്രകാരം ദേവസ്വം ബോർഡ് വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ്. കേന്ദ്രം ഇതുവരെ സംസ്ഥാനങ്ങളുടെ വിശ്വാസപരമായ കാര്യത്തിൽ ഇടപെടാറില്ല. എല്ലാ കാര്യങ്ങളും കേന്ദ്രം ചെയ്യണം എന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ എന്തിനാണ് സംസ്ഥാന സർക്കാർ? 10 കൊല്ലം സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു? ശബരിമല യുവതീ പ്രവേശന വിഷയം ഉൾപ്പെടെ പരിഗണിക്കുന്ന 9 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ രൂപീകരണം ഉടനുണ്ടാകുമെന്നും വേനലവധിക്ക് മുൻപ് വാദം കേട്ട് തുടങ്ങുമെന്നും റിപ്പോർട്ട് വന്നത് 1 മാസം മുൻപാണ്. എന്നാൽ ഇത്ര പെട്ടെന്ന് കേസ് കേൾക്കുമെന്ന് ആരും കരുതിയില്ല. ഏപ്രിലിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ശബരിമല വീണ്ടും പിണറായി സർക്കാരിന് മേൽ ഡെമോക്രസിന്റെ വാള് പോലെ തൂങ്ങുന്നു. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്ന് കാണിച്ച് പിണറായി സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലമാണ് വിനയായി മാറിയത്. മതസ്വാതന്ത്ര്യവും സ്ത്രീ അവകാശങ്ങളും സംബന്ധിച്ച ചോദ്യങ്ങളാണ് 9 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനാ വിഷയം. ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇക്കാര്യം വ്യക്തമാക്കിയത്. യുവതീ പ്രവേശന വിഷയം പരിഗണിക്കാൻ 2019 അന്നത്തെ ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെയുടെ നേതൃത്വത്തിൽ 9 അംഗ ബെഞ്ച് രൂപവൽക്കരിച്ചിരുന്നു. ആ ബെഞ്ചിലെ അംഗങ്ങളിൽ ഇപ്പോൾ സുപ്രീം കോടതിയിലുള്ള ഏക ജഡ്ജി നിലവിലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ്. ബെഞ്ചിലെ മറ്റ് അംഗങ്ങൾ SA ബോബ്ഡെ, R ഭാനുമതി, അശോക് ഭൂഷൺ, L നാഗേശ്വര റാവു, മോഹൻ M ശാന്തന ഗൌഡർ, S അബ്ദുൽ നസീർ, R സുഭാഷ് റെഡ്ഡി, BR ഗവായ് എന്നിവരായിരുന്നു. കോടതിയിൽ കേരളം നിരന്തരം നിലപാട് മാറ്റുന്നത് പ്രതിസന്ധിക്ക് കാരണമാകും. ഓരോ ബോർഡ് വരുമ്പോൾ ഓരോ നിലപാട് എന്നത് കോടതി അംഗീകരിക്കണമെന്നില്ല. യുവതീ പ്രവേശന വിഷയത്തിൽ നിലപാട് എടുക്കേണ്ടത് ദേവസ്വം ബോർഡാണെന്ന് പറയുമ്പോൾ പോലും സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തമായ ചില നയങ്ങളുണ്ട്. ശബരിമലയിൽ യുവതീ പ്രവേശനമാകാം എന്ന നിലപാട് തന്നെയാണ് അന്നും ഇന്നും മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളത്. എന്നാൽ ഈ ഇലക്ഷൻ കാലത്ത് അത്തരം ഒരു നിലപാടിൽ ഉറച്ചു നിന്നാൽ അത് CPMന് കനത്ത പരാജയം സമ്മാനിക്കുമെന്ന് പിണറായിക്ക് അറിയാം. അതുകൊണ്ടുകൂടിയാണ് K ജയകുമാറിന് പിണറായി മറുപടി പറയാതിരുന്നത്. ജയകുമാറിന്റെ പ്രസ്താവന പുറത്തുവന്ന ഉടൻ തന്നെ ദേവസ്വം മന്ത്രി VN വാസവൻ മുഖ്യമന്ത്രി ഇക്കാര്യം ധരിപ്പിച്ചിരുന്നു. തൽക്കാലം തങ്ങൾ അതിൽ ഇടപെടേണ്ട എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത് എന്നാണ് മനസ്സിലാകുന്നത്. കാര്യങ്ങൾ നടക്കട്ടെ എന്ന ചിന്താഗതിയാണ് മുഖ്യമന്ത്രിക്കുള്ളത്. യുവതീ പ്രവേശനം ബോർഡ് വിലക്കിയാൽ സർക്കാരിന് അക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞില്ലെങ്കിലും സാരമില്ല. നിലപാട് സർക്കാർ തിരുത്തി എന്ന ആക്ഷേപം കേൾക്കേണ്ടി വരികയുമില്ല. അതിനാൽ സുപ്രീം കോടതിയിൽ സർക്കാർ തന്ത്രപരമായി മാറി നിൽക്കും. അതേസമയം നാളെ സുപ്രീം കോടതി സർക്കാരിന്റെ അഭിപ്രായം ആരാഞ്ഞാൽ സർക്കാരിന് മറുപടി പറയേണ്ടി വരും. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് മാറ്റുക എന്ന തന്ത്രം മുൻകൂട്ടി മനസ്സിലാക്കിയാണ് രാഷ്ട്രീയക്കാരനല്ലാത്ത K ജയകുമാറിനെ ബോർഡിന്റെ പ്രസിഡന്റ് ആക്കിയത്. അതേസമയം ജയകുമാർ സർക്കാരുമായി കൂടിയാലോചിച്ച് നയങ്ങൾ നടപ്പിലാക്കണം എന്ന ആഗ്രഹമാണ് സർക്കാരിനുള്ളത്. പക്ഷേ പഴയ ചീഫ് സെക്രട്ടറി തലത്തിലാണ് ജയകുമാറിന്റെ പ്രവർത്തനം. അദ്ദേഹം സർക്കാരുമായി കൂടിയാലോചനകൾക്ക് നിൽക്കാറില്ല. എന്തിന് ദേവസ്വം മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ കാണാറുമില്ല. തനിക്ക് ഹിതമെന്ന് തോന്നുന്ന വഴിയിലൂടെയാണ് ജയകുമാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ സർക്കാരിന് ദോഷകരമല്ലാത്ത തീരുമാനം ജയകുമാർ എടുത്തുവെങ്കിലും PS പ്രശാന്ത് ചെയർമാനായ ബോർഡ് വരുത്തിവെച്ച കടത്തിന്റെ ബാധ്യത ഏറ്റെടുക്കാൻ ജയകുമാർ തയ്യാറല്ല. കൃത്യമായ കൂടിയാലോചനകൾക്കും ശരിയായ ചിന്തകൾക്കും ശേഷമാണ് ജയകുമാർ മുന്നോട്ടു പോകുന്നത്. ഏതായാലും ജയകുമാറിന്റെ പരസ്യ പ്രസ്താവന തങ്ങളുടെ തീരുമാനമാക്കി മാറ്റാനാണ് CPM ശ്രമിക്കുന്നത്. പക്ഷേ ഇനിയും ജയകുമാർ ഇമേജ് ബിൽഡിങ്ങിന് ശ്രമിച്ചാൽ സർക്കാർ ഇടപെടുക തന്നെ ചെയ്യണം.
അതിനുള്ള നീക്കങ്ങൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ NSSഉം SNDPയും വിശ്വകർമ്മ സഭയും പുലയർ മഹാസഭയും അടക്കം കേരളത്തിലെ മുഴുവൻ ഹിന്ദു സമൂഹവും ജാതി വ്യത്യാസമില്ലാതെ അണിനിരന്നപ്പോൾ അതിനെ ചെറുക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് മുൻകൈയെടുത്താണ് നവോത്ഥാന മതിലിന് ആഹ്വാനം ചെയ്തത്. കാസർഗോഡ് മുതൽ പാറശാല വരെ പലയിടത്തും മുറിഞ്ഞെങ്കിലും നവോത്ഥാന മതിൽ കെട്ടിയെന്ന് മുഖ്യമന്ത്രി അഹംഭാവത്തിന്റെ ധാർഷ്ട്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഹിന്ദു സമൂഹത്തിന് ഇത്തരം ധാർഷ്ട്യങ്ങൾ പുത്തരിയല്ല. ഹിരണ്യകശിപുവും നരകാസുരനും എന്തിനേറെ രാവണൻ വരെയുള്ള അസുര ജന്മങ്ങളുടെ ഇത്തരം ധാർഷ്ട്യ പ്രകടനങ്ങൾ ഹിന്ദു സമൂഹം പലതവണ കണ്ടതാണ്. അവിടെ ധർമാനുസൃതമായി ജീവിക്കാനും ഈശ്വരവചനം നടത്താനും ഈശ്വരോന്മുഖമായി ജീവിക്കാനുമാണ് ഹിന്ദു സമൂഹത്തെ അതിന്റെ പുരാണങ്ങൾ പഠിപ്പിച്ചത്. ഒപ്പം ധർമ്മരക്ഷയ്ക്കായി പോരാടാനും താൻ പാതി ദൈവം പാതി എന്ന നിലപാടെടുക്കാനുമുള്ള സദ്ബുദ്ധി ഈ സമൂഹത്തിന് നൽകിയത് കാലാതീതമായ പ്രപഞ്ച വിന്യാസം മനോമുഖരത്തിൽ ദർശിക്കുന്ന ഋഷിവര്യന്മാരാണ്. പിണറായിയുടെ കാര്യത്തിലും ഇത് വ്യക്തമാണ്. നരസിംഹമൂർത്തിയെ പോലെ നഖം കൊണ്ട് കുടൽമാല പുറത്തെടുത്ത അവതാരങ്ങളൊന്നും വരാത്തത് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ശബരിമലയിൽ കയറി കളിച്ചതിന് ശേഷം ഇന്ന് വരെ മുഖ്യമന്ത്രി പിണറായി വിജയന് മനസമാധാനം ഉണ്ടായിട്ടില്ല എന്ന കാര്യവും മറക്കരുത്. ഡേറ്റ കച്ചവടം മുതൽ മാസപ്പടി വരെ ക്ലിഫ് ഹൗസിൽ സമാധാനം എന്ന സംഭവം ഇല്ലാതായ കാര്യം എല്ലാവരും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുതിയ മാറ്റങ്ങൾക്ക് ഒരുക്കവും തുടങ്ങിയിരിക്കുന്നത്. സർക്കാരിന് ഏകദേശം കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഭക്തിയുടെ മുഖമാണ് ഉള്ളതെന്ന് CPMന് സമ്മതിക്കേണ്ടി വരികയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.